നമസ്കാരം. ബീർബലിൻ്റെ ന്യായബോധം എന്നൊരു കൊച്ചു കഥയാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പങ്കിടുന്നത്. കേസരി വാരികയിൽ മുഹമ്മദ് അഫ്ലാഖാണ് ഈ കഥ പറഞ്ഞിരിക്കുന്നത്. അക്ബർ ചക്രവർത്തിയുടെ സദസ്സിലെ ഏറ്റവും ബുദ്ധിമാനും തമാശക്കാരനുമായ മന്ത്രിയായിരുന്നു ബീർബൽ. അങ്ങനെയിരിക്കെ ഒരു ദിവസം അക്ബർ ചക്രവർത്തി അസാധാരണമായൊരു സ്വപ്നം കണ്ടു. ചക്രവർത്തിയുടെ വായിലെ പല്ലുകളെല്ലാം ഓരോന്നായി കൊഴിഞ്ഞു പോയിരുന്നു. ഒടുവിൽ വായിൽ ഒരൊറ്റ പല്ല് മാത്രം അവശേഷിച്ചു. ഞെട്ടി ഉണർന്ന ചക്രവർത്തിക്ക് വല്ലാത്ത പേടിയും വിഷമവും തോന്നി. അദ്ദേഹം ഉടൻ തന്നെ കൊട്ടാരത്തിലെ പ്രമുഖരായ പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി. പണ്ഡിതരെ, ഞാൻ കണ്ട സ്വപ്നത്തിൻ്റെ പൊരുൾ എന്താണെന്ന് നിങ്ങൾ എനിക്ക് വിശദീകരിച്ച് തരണം, ചക്രവർത്തി കൽപ്പിച്ചു. പണ്ഡിതന്മാർ തമ്മിൽ ദീർഘനേരം ആലോചനകളിൽ മുഴുകി. അവസാനം അവർ ഭയത്തോടെ പറഞ്ഞു, പ്രഭു, ഇതൊരു നല്ല സ്വപ്നമല്ല. അങ്ങയുടെ എല്ലാ ബന്ധുക്കളും അങ്ങേക്ക് മുൻപേ മരിച്ചു പോകും എന്നാണ് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം. പണ്ഡിതരുടെ ആ വാക്കുകൾ കേട്ട അക്ബർ ചക്രവർത്തി ഞെട്ടിപ്പോയി. അദ്ദേഹത്തിന് വല്ലാത്ത സങ്കടവും ദേഷ്യവും വന്നു. തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം തനിക്ക് മുൻപേ ഈ ലോകം വിട്ടു പോകുമെന്ന് കേൾക്കാൻ ആരാണ് ഇഷ്ടപ്പെടുക? ദേഷ്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം ചുവന്നു തുടുത്തു. നിർത്തൂ, മനസ്സിനെ ഇത്രമേൽ വേദനിപ്പിക്കുന്ന അശുഭ വാർത്തകൾ കേൾക്കാൻ എനിക്ക് താൽപ്പര്യമില്ല എന്ന ക്രോധത്തോടെ ആക്രോശിച്ച ചക്രവർത്തി അവരോട് ഉടൻ തന്നെ സഭ വിട്ടു പോകാൻ ആജ്ഞാപിച്ചു. അന്ന് സന്ധ്യയായിട്ടും ചക്രവർത്തിയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ആ സമയത്താണ് ബീർബൽ അദ്ദേഹത്തെ സന്ദർശിക്കാൻ എത്തിയത്. ചക്രവർത്തിയുടെ മുഖം മ്ലാനമായിരിക്കുന്നത് കണ്ട് ബീർബൽ ചോദിച്ചു, എന്തു പറ്റി പ്രഭു? അങ്ങയുടെ മുഖം ഇന്ന് പതിവിലും ഗൗരവത്തിലാണല്ലോ. എന്തോ വലിയ ചിന്ത അങ്ങയെ അലട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അക്ബർ നടന്ന കാര്യങ്ങളെല്ലാം സവിസ്തരം ബീർബലിനോട് വിസ്തരിച്ചു. എന്നിട്ട് അതിയായ ഉത്കണ്ഠയോടെ ചോദിച്ചു, ബീർബൽ, പണ്ഡിതർ പറഞ്ഞത് ശരിയാകുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം എനിക്ക് നഷ്ടപ്പെടുമെന്നാണോ ഇതിൻ്റെ അർത്ഥം? ബീർബൽ അല്പനേരം ചിന്തിച്ചു. എന്നിട്ട് പുഞ്ചിരിയോടെ പറഞ്ഞു, ഇല്ല പ്രഭു, അവർ പറഞ്ഞത് ശരിയല്ല. യാഥാർത്ഥത്തിൽ ആ സ്വപ്നം വലിയൊരു സന്തോഷ വാർത്തയാണ് നൽകുന്നത്. ബീർബൽ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ബീർബലിൻ്റെ മറുപടി കേട്ട ചക്രവർത്തിയുടെ കണ്ണുകൾ വിടർന്നു. തൻ്റെ സങ്കടം മാറ്റിത്തരുന്ന എന്തോ ഒന്ന് ബീർബൽ പറയാൻ പോകുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി. അത്ഭുതത്തോടെ അദ്ദേഹം ചോദിച്ചു, എന്ത് സന്തോഷ വാർത്തയാണ് ഇതിലുള്ളത്? ബീർബൽ, എല്ലാവരും നഷ്ടപ്പെടുമെന്നല്ലാതെ ഇതിൽ വേറെ എന്ത് അർത്ഥമാണുള്ളത്? വേഗം പറയൂ. ബീർബൽ തൻ്റെ മുഖത്തെ പുഞ്ചിരി നിലനിർത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു, പ്രഭു, ഇതിൻ്റെ അർത്ഥം വളരെ ലളിതമാണ്. അങ്ങയുടെ വംശത്തിലെ മറ്റാരേക്കാളും ദീർഘായുസ്സുണ്ടാവുക അങ്ങേക്കായിരിക്കും. അങ്ങയുടെ എല്ലാ ബന്ധുക്കളെക്കാളും കൂടുതൽ കാലം ആരോഗ്യത്തോടും സന്തോഷത്തോടും കൂടി ഈ രാജ്യം ഭരിക്കും എന്നാണ് ആ സ്വപ്നം സൂചിപ്പിക്കുന്നത്. ഇത് കേട്ടതോടെ ചക്രവർത്തിയുടെ സങ്കടമെല്ലാം മാറി. സത്യത്തിൽ ജ്യോത്സ്യന്മാർ പറഞ്ഞ അതേ കാര്യം തന്നെയായിരുന്നു ബീർബലും പറഞ്ഞത്. എന്നാൽ ഒരേ കാര്യം തന്നെ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കാനുള്ള ബീർബലിൻ്റെ കഴിവ് ചക്രവർത്തിയെ വല്ലാതെ ആകർഷിച്ചു.
അദ്ദേഹം എഴുന്നേറ്റ് ബീർബലിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ബീർബൽ, നിന്റെ വാക്കുകൾ എൻ്റെ മനസ്സിന് വലിയ ആശ്വാസമാണ് നൽകിയത്. കാര്യങ്ങളെ ഇത്ര മനോഹരമായി കാണാൻ നിനക്ക് മാത്രമേ കഴിയൂ. ബീർബലിൻ്റെ വാക്കുകളിൽ അങ്ങേയറ്റം സംതൃപ്തനായ ചക്രവർത്തി തൻ്റെ കഴുത്തിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള മുത്തുമാലയും സ്വർണ്ണനാണയങ്ങളും ബീർബലിനെ സമ്മാനമായി നൽകി.